GHS മെമ്പറും അവതരിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ദിന പ്രോഗ്രാമിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. 9A ക്ലാസ്സിലെ സൂര്യനന്ദ് അവതരിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ഗാനം നമുക്ക് കേൾക്കാം. എൻ്റെ പേര് സൂര്യനന്ദ്. എൻ്റെ ക്ലാസ് 9A. ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പിടില്ലൊരു നാളും നാം, വരം കണക്കെ കിട്ടിയ ജീവിതം എറിഞ്ഞുടയ്ക്കുകയില്ല നാം. കുരുന്നിലെ പിടികൂട്ടാൻ മാഫിയ പതുങ്ങി നിൽപ്പുണ്ടെമ്പാടും, പതഞ്ഞ ക്ലാസുകൾ നീട്ടി ചതിയുടെ വിരുന്നൊരുക്കുകയാണെങ്ങും. നുണഞ്ഞിടാൻ പുകയായി വലിക്കാൻ സിറഞ്ചിലൂടെ അകത്താക്കാൻ വിഷങ്ങൾ പലതുണ്ടരുതേ, അവയുടെ അടുത്തുപോലും ചെല്ലരുതേ. ശിരസ്സുയർത്തി പറയുക ലഹരി കടിപ്പിടില്ലൊരു നാളും നാം, വരം കണക്കെ കിട്ടിയ ജീവിതം എറിഞ്ഞുടയ്ക്കുകയില്ല നാം. പഠിച്ചുയർന്നും കളിച്ചും ഇവിടെ കരുത്തരായി വളർന്നെന്നും, പിറന്ന നാടിനു താങ്ങായി തണലാൻ കഴിഞ്ഞിടണേ തലമുറകൾ. ശിരസ്സുയർത്തി പറയുക ലഹരി കടിപ്പിടില്ലൊരു നാളും നാം, വരം കണക്കെ കിട്ടിയ ജീവിതം എറിഞ്ഞുടയ്ക്കുകയില്ല നാം. കരൾ തകർന്നും കണ്ണു കുഴിഞ്ഞും പിടഞ്ഞുമങ്ങോതൊരു നാളും, അതിനു നമ്മളെടുക്കണമിന്നി പ്രതിജ്ഞ ലഹരിക്കരുതരുതേ. 10C ക്ലാസ്സിലെ ദേവാഞ്ജനയുടെ പ്രസംഗം നമുക്കൊന്ന് കേട്ടാലോ? I'm Devanjana, studying in 10th C. A warm welcome to all, respected teachers and my dear friends. Today I am going to deliver a speech on the topic anti-drugs. Nowadays, drug addiction is a very severe issue around the world. On 26th June 1987, the UN General Assembly decided to observe the International Day Against Drug Abuse. Drug dealers create a network through which they target students and make them addicted to drugs. The main purpose of dealers is to create a huge network to attract students by giving them free in the initial stages. They are trying to harm tomorrow's citizens, to destroy the good future of our nation, and the youth is one of their major aims. Drug is a chemical substance. Long usage of drugs affect the brain, heart, lungs, etc. The chemical compounds, once enters the brain, can cause people to lose control of their impulses, and that changes their behavior. The person who is addicted to drug loses their life, family support, financial loss, problems in job, etc. If you have any problems, don't depend on drugs. Drugs will not solve your problems. Finally, I request everyone to strictly say no to drugs and do not try to play with your life. Do not spoil your life. Thank you. 9A ക്ലാസ്സിലെ ഗൗതം കൃഷ്ണയുടെ ലഹരി വിരുദ്ധ ക്ലാസ്സിലേക്ക് നമുക്ക് പോയാലോ? ഹലോ ഗൈസ്, ഞാൻ ഗൗതം കൃഷ്ണയാണ്. 9Aയിൽ പഠിക്കുന്നു. ഇന്ന് ഞാൻ ലഹരിയെക്കുറിച്ചുള്ള ചെറിയൊരു ക്ലാസ്സാണ് എടുക്കാൻ പോകുന്നത്. പലതരം ലഹരികളുണ്ട്. വസ്ത്രങ്ങളോട് നമ്മൾക്ക് ഉണ്ടാകുന്ന വസ്ത്രങ്ങളുടെ ലഹരി, ഭക്ഷണങ്ങളുടെ ലഹരി, അങ്ങനെ പല ലഹരികളുണ്ട്. മദ്യം, മയക്കുമരുന്ന്, പുകവലി എന്നിവയാണ് അപകടകരമായ ലഹരി വസ്തുക്കൾ. വലയിൽ എങ്ങനെയാണ് പെടുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. സുഹൃത്തു വലയങ്ങളിൽ അകപ്പെടുക, സമൂഹത്തിൽ ഒറ്റപ്പെടൽ, വീട്ടുകാരുടെ ശ്രദ്ധയില്ലായ്മ, അങ്ങനെ പല സാഹചര്യങ്ങൾ അനുസരിച്ചാണ് നമ്മൾ ലഹരി ഉപയോഗിക്കാൻ കാരണമാകുന്നത്. അങ്ങനെ നമ്മൾക്ക് ലഹരിക്ക് അടിമപ്പെടാതെ ജീവിക്കാം. നല്ല കൂട്ടുകെട്ടുകൾ, ഒഴിവു സമയങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുക, പിന്നീട് ഒരിക്കലും തളരാതെ ഇനിയുള്ള ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് വെക്കുക, തിരികെ നോക്കാതെ.
നമ്മൾക്ക് എങ്ങനെ ഇനി ലഹരിയിൽ നിന്ന് അഥവാ ഉപയോഗിച്ച് കഴിഞ്ഞാൽ രക്ഷപ്പെടാം എന്നാണ് പറയാൻ പോകുന്നത്. ആ ലഹരിയിൽ നിന്ന് രക്ഷ നേടാൻ മാതാപിതാക്കൾ അല്ലെങ്കിൽ ഗുരുവർ, അധ്യാപകർ എന്നിവരോട് ഈ കാര്യങ്ങൾ പറഞ്ഞ് വിദഗ്ധരുടെ സഹായത്തോടെ നമ്മൾക്കിതിൽ നിന്ന് രക്ഷപ്പെടാം. പിന്നീട് നല്ല കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് ലക്ഷ്യത്തിലേക്ക് കടക്കാം. പഠനമാണ് ലഹരി. എല്ലാവർക്കും നല്ലൊരു ജീവിതം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്ത പ്രോഗ്രാമുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.